നല്ലവനായ ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ വിശേഷതയേറിയ പഠന പരമ്പര റോമർക്കെതി ലേഖനം. റോമർക്കെതി ലേഖനത്തിൻ്റെ 121 പഠനത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. 6-ാം അധ്യായത്തിലാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. റോമലേഖനം 6-ാം അധ്യായം. ദൈവത്തിൻ്റെ നീതി, പൂർണ്ണമാക്കപ്പെടുന്ന നീതി, കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന നീതി, ഈ വിഷയ പഠനത്തിൽ നാം ഇപ്പോൾ 6-ാം അധ്യായത്തിൽ ചിന്തിക്കുമ്പോൾ ആദ്യത്തെ 14 വാക്യങ്ങൾ റോമലേഖനം 6-ാം അധ്യായത്തിൽ നീതീകരിക്കപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ പാപത്തോടുള്ള ബന്ധത്തിൽ മരിക്കുകയാണ്. പാപത്തോടുള്ള ബന്ധത്തിൽ മരിക്കുക മാത്രമല്ല, ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവൻ പ്രാപിക്കുന്നു. മരണം സംഭവിച്ചാലേ ജീവൻ പ്രാപിക്കൂ. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ആദ്യത്തെ 14 വാക്യങ്ങൾ നീതീകരിക്കപ്പെട്ട ഒരു ദൈവ പൈതൻ്റെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആ ഒരു സ്ഥാനം, പൊസിഷണൽ ആസ്പെക്റ്റ്, നീതീകരിക്കപ്പെട്ട വ്യക്തിയുടെ സ്ഥാനം എന്താണ് ദൈവമുമ്പിൽ, ഇതാണ് ചർച്ചാ വിഷയം. 2 ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ചോദ്യം 2 വാക്യങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടു. പൗലോസിൻ്റെ വാക്കുകൾ കേട്ട് തെറ്റിദ്ധരിച്ചതായ യഹൂദജനം. പൗലോസ് ഉത്തരം പറയുകയാണ്. ആദ്യം ചോദ്യം കേൾക്കാം. 6-ാം അധ്യായം 1-2 വാക്യം. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? 2-ാം വാക്യത്തിൽ ഉത്തരം കാണാം. ഒരു നാൾ വരുത്, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പോൾ ഒരു ചോദ്യം പ്രതീക്ഷിക്കുകയാണ്. പൗലോസ് ആ ചോദ്യം കേട്ടപ്പോൾ തനിക്കുണ്ടായ വെറുപ്പ്, ദേഷ്യം, കാരണം ഇത്രമാത്രം അജ്ഞരായ മനുഷ്യൻ്റെ അന്ധതയോർത്ത്, അറിവില്ലായ്മയോർത്ത്, അത് ദൈവത്തെ അനുഭവിക്കാൻ, അറിയുവാൻ അല്ലെങ്കിൽ സ്നാനം സ്വീകരിച്ചതായ ജനങ്ങളായിരിക്കാം ഒരുപക്ഷെ ചോദ്യങ്ങൾ ചോദിച്ചത്. അതുകൊണ്ടാണ് താൻ ഇത്രമാത്രം വെറുപ്പോടുകൂടി പ്രതികരിക്കും. വെറുപ്പെന്ന് പറഞ്ഞാൽ ഈ വചന സത്യങ്ങൾ പഠിച്ചിട്ടും ബോധ്യപ്പെടാത്ത മനുഷ്യൻ്റെ അവസ്ഥ. അതാണ് പൗലോസ് പറഞ്ഞത്, ഒരു നാൾ വരുത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ ചോദിക്കാൻ? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു? ഇതാണ് പൗലോസിൻ്റെ ആ ദേഷ്യത്തിൻ്റെ കാരണം. ഇതിൽ പൗലോസ് ഒരു ന്യായം പറയും, ഒരു ന്യായം അവതരിപ്പിക്കുക, നിഷേധിക്കാൻ കഴിയാത്തൊരു ന്യായം. എന്താണ് ആ ന്യായം? പാപസംബന്ധമായി മരിച്ചവരെ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? കാരണം കഴിഞ്ഞുപോയ പൂർണ്ണമായ ഒരു പ്രവൃത്തി, സ്നാനത്തിൽ സംഭവിച്ച പാപത്തോടുള്ള ബന്ധത്തിൽ ഒരു മനുഷ്യൻ മരിച്ചു. പകുതി ജീവനോടെ നിൽക്കുന്നില്ല, ഹൃദയം മാത്രം സ്പന്ദിച്ചുകൊണ്ട് നിൽക്കുന്നില്ല. പാപത്തോടുള്ള ബന്ധത്തിൽ പൂർണ്ണമായി മരിച്ചു. നിങ്ങൾ അനുഭവിച്ച ഒരു അവസ്ഥയാണത്. ആ അവസ്ഥ നിങ്ങൾ അനുഭവിച്ചെങ്കിൽ പിന്നെ എങ്ങനെ പാപത്തിൽ ജീവിക്കാൻ കഴിയും? മരിച്ച ഒന്നിനെങ്ങനെ ജീവിക്കാൻ കഴിയും? അപ്പം ന്യായമായിട്ടും ബുദ്ധിപരമായും അസാധ്യമാണ്. നിങ്ങൾ ചോദിക്കുന്നത് വൈരുദ്ധ്യമാണ്. ആരാ നിങ്ങൾ? നിങ്ങൾ പാപസംബന്ധമായി സ്നാനപ്പെട്ട് മരിക്കുവാൻ സ്നാനം സ്വീകരിച്ചവരാണ്. അങ്ങനെയുള്ള നിങ്ങൾ ഈ ചോദ്യം എങ്ങനെ ചോദിക്കാൻ പറ്റുന്നു? വീണ്ടും പാപത്തിൽ ജീവിക്കുക. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് പാപത്തിൻ്റെ കുറ്റബോധത്തിൽ നിന്നും ആധിപത്യത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവനാണ്, വിടുതൽ പ്രാപിച്ചവനാണ്. പാപം ചെയ്യുക എന്നുള്ളത് നീതീകരിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ വേണ്ട കാര്യമല്ല. പാപം ചെയ്യുക നീതീകരിക്കപ്പെട്ടവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. നീതീകരിക്കപ്പെട്ടവർ വിശുദ്ധന്മാർ ക്രിസ്തുവിൻ്റേതാണ്. പാപം പാപികൾക്കുള്ളതാണ്, വിശുദ്ധന്മാർക്കുള്ളതല്ല. ഇപ്പോൾ 2 പ്രതലം, 2 വാഴ്ച, അത് തമ്മിലുള്ള വൈരുദ്ധ്യത്തെ കാണിക്കുന്നു. ഒന്ന് പാപത്തിൻ്റെ വാഴ്ച, മറ്റൊന്ന് കൃപയുടെ വാഴ്ച. ഇപ്പോൾ പാപം ഒരു സ്വഭാവമായി കൊണ്ട് നടക്കുക, പാപത്തിൻ്റെ പ്രവർത്തികൾ, ഇതൊക്കെ 15 മുതൽ 23 വാക്യങ്ങൾ നമ്മൾ വരുമ്പോൾ കൂടുതൽ ചിന്തിക്കും. പാപത്തിൻ്റെ പ്രവർത്തികൾ ഇവിടെ ഈ വേദഭാഗം 14 വരെയുള്ള വേദഭാഗത്തിൽ നീതീകരിക്കപ്പെട്ട, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ സ്ഥാനത്തെക്കുറിച്ച് പറയും, അവസ്ഥയെക്കുറിച്ച് പറയും. ഇപ്പോൾ സുവിശേഷം അനുസരിച്ചൊരു വ്യക്തി വീണ്ടും പാപത്തിൻ്റെ പ്രതലത്തേക്ക്, ദൈവത്തോട് മത്സരിക്കുന്ന ജീവിതത്തിലേക്കാണോ അവൻ നയിക്കപ്പെടേണ്ടത്? അതോ ഈ സന്ദേശം ഒരുവനെ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക്, നീതിയിൽ ജീവിക്കാൻ വേണ്ടിയല്ലേ അവനെ സഹായിക്കുന്നത്? ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പൗലോസ് പറയും 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കും നിങ്ങൾ അറിയുന്നില്ല. പൗലോസ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അറിവില്ലാതെ പോയി അവരോട് അറിവ് പകർന്നു കൊടുക്കുകയാണ്. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയാൻ പോലും പാടില്ല. കാരണം പാപസംബന്ധമായി മരിച്ചു. എങ്ങനെ? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റപ്പോൾ അവൻ്റെ മരണത്തിൽ പങ്കാളി, മരിച്ചുപോയി. നാം പഴയ മനുഷ്യൻ മരിച്ചുപോയി.
അവൻ്റെ ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റുക നിങ്ങൾ അറിയുന്നില്ല. അതോടൊപ്പം നമ്മുടെയും മരണമാണ്. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്ഥാനത്ത് അവനോട് കുഴിച്ചിടപ്പെട്ടു. അപ്പം നാം കുഴിച്ചിടപ്പെടണമെങ്കിൽ ആദ്യം മരിക്കണം. പാപത്തോടുള്ള ബന്ധത്തിൽ നാം മരിച്ചവരാണ്. പാപത്തോടുള്ള ബന്ധത്തിൽ മരിച്ചതിന് ശേഷം നാം കുഴിച്ചിടപ്പെട്ടവരാണ്. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റ് പോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാൻ വേണ്ടിയാണ് നാം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്. പിന്നെ എങ്ങനെ പാപം ചെയ്തുകൊണ്ടിരിക്കും? നീതിമാന്മാർ വിശുദ്ധന്മാരുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ല പാപം. അബദ്ധത്തിൽ സംഭവിക്കാം. മനഃപൂർവ്വമായി സ്വഭാവമായി പാപം ചെയ്യില്ല. കാരണം അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ശരിക്കും ഇത് ആത്മീകമായി അനുസരിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് ചെയ്തതെങ്കിൽ അതിനനുസരിച്ച് ജീവിതമുണ്ടാകും, നിശ്ചയമാണ്. വീഴ്ചകളും കാലിടറും ഒക്കെ ചെയ്യും, പക്ഷേ ജീവിതത്തിൽ ആ വിശുദ്ധി ഉണ്ടാകും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിൽ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് നാം അറിയുന്നു. അറിവില്ലായ്മയാണ് പലപ്പോഴും മനുഷ്യൻ്റെ. ദൈവമക്കളെന്ന് പറയുന്നവരുടെ അറിവില്ലായ്മ, മനഃപൂർവ്വമുള്ള അറിവില്ലായ്മ. അറിയാനുള്ള അവസരമുണ്ടായിട്ടും ശ്രമിക്കാതെ അബദ്ധത്തിൽ വീഴുന്ന അവസ്ഥ. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. വളരെ വ്യക്തമായിട്ടാണ് പൗലോസ് അവതരിപ്പിച്ചത് ആ സംശയത്തിനുള്ള ഉത്തരം. പാപത്തോടുള്ള ബന്ധത്തിൽ മരിക്കുക, അതിൻ്റെ പല അവസ്ഥകളൊന്ന് പെട്ടെന്ന് പരിചയപ്പെടാം. പാപത്തോട് മരിക്കുക എന്ന് പറഞ്ഞാൽ അത് നാടകീയമായി അവതരിപ്പിക്കപ്പെടുകയും അതിൻ്റെ സാക്ഷാത്കാരവും സംഭവിക്കുന്നത് സ്നാനത്തിലാണ്. പാപത്തോടുള്ള ബന്ധത്തിൽ മരിക്കുക, പാപസംബന്ധമായി മരിക്കുക, അത് സാക്ഷാത്കരിക്കപ്പെടുന്നതും നാടകീയമായിട്ട് അത് അവതരിപ്പിക്കപ്പെടുന്നതും സ്നാനത്തിലാണ്. സ്നാനപ്പെടുന്ന എല്ലാവരും ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുകയാണ്. ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളി എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ പാപത്തിൻ്റെയോ മരണത്തിൻ്റെയോ ക്രോധത്തിൻ്റെയോ കീഴിലല്ല, കൃപയുടെ കീഴിലാണ്. ക്രിസ്തുവിനോട് ചേർന്ന് നാം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു, മരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു, ദൈവക്രോധത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. അത് റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 9, 11, 21 വാക്യങ്ങൾ വളരെ വ്യക്തമായി നേരത്തെ കേട്ടതാണ്. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. 11-ാം വാക്യം. നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായി നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. നാം നിരപ്പ് പ്രാപിച്ച യേശുക്രിസ്തു മുഖാന്തരം. 21-ാം വാക്യം. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതാണ്. അപ്പോൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകാൻ സ്നാനപ്പെട്ടു. ഇപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണമാണ് വിശുദ്ധീകരണത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ കണ്ടു റോമലേഖനം 6-ഉം 7-ഉം വിശുദ്ധീകരണമാണ് പ്രധാന ഊന്നൽ. നീതീകരിക്കപ്പെട്ടൊരു വ്യക്തിയുടെ ജീവിതത്തിൽ കാണേണ്ട വിശുദ്ധീകരണം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ വിശുദ്ധീകരണം ലഭിക്കുകയുള്ളൂ. വെളുത്ത വസ്ത്രത്തിനകത്ത് പൊതിഞ്ഞതുകൊണ്ട്, ആ വസ്ത്രം കൊണ്ട് മൂടിയതുകൊണ്ട് വിശുദ്ധനാകില്ല. വിശ്വാസത്താൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നീതീകരണം പ്രാപിക്കണം. ഇവിടെ പൗലോസ് പഠിപ്പിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ നീതീകരണം പ്രാപിച്ചൊരു വ്യക്തി ഒരിക്കലും ദൈവത്തോട് മത്സരിക്കില്ല. അവൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് റോമർ 3:31 പറയുന്നില്ല, ന്യായപ്രമാണം നിവൃത്തിയാക്കപ്പെടുകയാണ്, ഉറപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. പത്രോസിൻ്റെ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ ഇത് പത്രോസ് നൽകുന്ന വെളിപാടും കൂടെ നോക്കാം. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ. അവിടെ വ്യക്തമായി പത്രോസിലൂടെ പറയുന്നത് ഇങ്ങനെയാണ്. തിരുവെഴുത്തിൽ മറ്റ് വേദഭാഗങ്ങളെ ദൈവത്തിൽ ആത്മാവ് വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ വളരെ മനോഹരമാണ്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കണം. അപ്പം മരണം സംഭവിച്ചാലേ അടുത്ത ഭാഗം സംഭവിക്കും. നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നു. അപ്പം നാം പാപം സംബന്ധിച്ച് മരിക്കാൻ നമ്മൾ തന്നെ ക്രൂശിപ്പിക്കപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ ജീവിക്കില്ല. അതുകൊണ്ട് മറ്റൊരാൾ, പാപമില്ലാത്ത ഒരാൾ കടന്നു വന്നു നമ്മുടെ സാദൃശ്യത്തിൽ, മനുഷ്യ ശരീരത്തിൽ, മനുഷ്യപ്രകൃതി, ജഡശരീരത്തിൽ വന്നുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പകരമായി പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. എന്നിട്ട് അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു, ആത്മീക സൗഖ്യം. നിങ്ങൾ തെറ്റി വീഴുന്ന ആടുകളെപ്പോലെ ആയിരുന്നു, ഇപ്പോഴോ നമ്മുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായെങ്കിലേക്ക് മടങ്ങി വന്നു. ഇങ്ങനെയാണ് നമ്മൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെ അനുയായികളായി അവൻ നയിക്കുന്ന ആടുകളായി തീർന്നത്. കാരണം പാപസംബന്ധമായി മരിച്ചു, നീതിക്ക് ജീവിക്കുന്നു, ദൈവത്തിന് ജീവിക്കുന്നു, ദൈവമായുള്ള ബന്ധത്തിൽ ജീവൻ പ്രാപിച്ചു. അവരെയാണ് യേശു നയിക്കുന്നത്. അത് തീത്തോസിൻ്റെ പുസ്തകം 2-ാം അധ്യായം. തീത്തോസിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 11, 15 വാക്യങ്ങളിലും പൗലോസ് അപ്പോസ്തലൻ ഈ അവസ്ഥ പറയും. പത്രോസിനെ പോലെ പൗലോസും പറയുന്ന ഇങ്ങനെയാണ്. സകല മനുഷ്യർക്ക് രക്ഷാകരമായി ദൈവകൃപ ഉദിച്ചുവല്ലോ,
നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മങ്ങളിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടത് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. പൗലോസും പത്രോസും എല്ലാവരും പറയുന്ന ഒന്ന് തന്നെയാണ്. നമ്മളെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തു സൽപ്രവൃത്തിയിൽ ശുഷ്കാന്തിയുള്ള സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അപ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതിലൂടെ ഒരാൾ പാപത്തിൻ്റെ ഭരണത്തിൽ നിന്ന്, വാഴ്ചയിൽ നിന്ന്, അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടുകയാണ്. കർത്താവ് യേശുവിലേക്ക് കടന്നു വന്ന വ്യക്തി പാപത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. പിന്നെ നാം പാപത്തിൽ തുടരാൻ പറ്റില്ല. പാപത്തിൽ തുടരാൻ പറ്റില്ല. കാരണം പാപത്തിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു, ശുദ്ധീകരണം പ്രാപിച്ചു, വേർതിരിക്കപ്പെട്ടു, വീണ്ടെടുക്കപ്പെട്ടു, വിശുദ്ധീകരണ പ്രക്രിയയിലാണ്. ഇപ്പോൾ പാപത്തോടുള്ള ബന്ധത്തിൽ മരിക്കുക എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു ജീവിതം ആരംഭിക്കുകയാണ്. പാപത്തോടുള്ള ബന്ധത്തിൽ മരിക്കാത്ത ഒരാൾക്കും ദൈവത്തോടുള്ള ബന്ധം അനുഭവിക്കാൻ, ജീവിക്കാൻ കഴിയില്ല. പാപത്തോടുള്ള ബന്ധത്തിൽ മരിച്ചാൽ മാത്രമേ ഒരു മനുഷ്യൻ അഹംതത്വപരമായിട്ട് അവന് പാപജീവിതത്തിൽ നിന്ന് തിരിഞ്ഞ് നീതിയുടെ ജീവിതത്തിലേക്ക് മാറാൻ പറ്റും. ഈ മരണം സംഭവിക്കാതെ ദൈവത്തിനായി ജീവിക്കാൻ പറ്റില്ല. പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു അനുഭവം നമുക്ക് പെട്ടെന്ന് നോക്കാം. 26-ാം അധ്യായം പ്രവൃത്തിയുടെ പുസ്തകം അതിൻ്റെ 15 മുതൽ 18 വരെ ഇങ്ങനെ കാണാം. നീ ആരാകുന്നു കർത്താവ് എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ. എങ്കിലും എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുക. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപം വസത്തിക്കുക. അവർക്ക് പാപം, പൗലോസിൻ്റെ മേലുള്ള ദൗത്യം, ശൗൽ എന്ന പേരാണ് ഇപ്പോൾ ഈ സമയത്ത് ദൈവം ശൗലിന് കൊടുത്ത ദൗത്യം ഇതാണ്. സുവിശേഷ വേലയുമായി ലോകമെങ്ങും പോകുമ്പോൾ തന്നിലൂടെ ശൗലിലൂടെ നടക്കുന്ന എന്താണ്? ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന് അവിടെ കണ്ണു തുറപ്പാൻ, ആത്മീകമായി കണ്ണു തുറപ്പാനും ഒരു ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു. ദൈവ നിയോഗമാണ് ശൗലിന്. നീ പോയി സുവിശേഷം അറിയിക്കുമ്പോൾ അതിലൂടെ സംഭവിക്കുന്നതാണ്, ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടും, വിശുദ്ധീകരിക്കപ്പെടും ജനങ്ങൾ. വിശുദ്ധീകരിക്കപ്പെട്ട ജനങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം പ്രാപിക്കും. ഇതാണ് ശൗലിനെ അയച്ചത്. കൊലോസ് ലേഖനത്തിൽ ഇത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കും പൗലോസ് അപ്പോസ്തലൻ. കൊലോസ്യർ 1:12 മുതൽ 14 വരെ വായിക്കുമ്പോൾ അവിടെ പറയുന്ന പ്രകാരമാണ്: വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. 2-ാം അധ്യായത്തിന് 11 മുതലും പൗലോസ് അത് തന്നെ അവതരിപ്പിക്കും. കൊലോസ് ലേഖനം: അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാരശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മുടെ ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തും മായ്ച്ച് ക്രൂസിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എത്ര മനോഹരമാണ്! ഇവിടെ 15-ാം വാക്യം: ആഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂസിൽ അവരുടെ മേൽ ജീവോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. നമുക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത, കീഴടക്കാൻ കഴിയാത്ത സാത്താനെ, പിശാചിനെ ക്രിസ്തു നമ്മുടെ ശരീരത്തോടു കൂടി തന്നെ വന്ന്, ജഡശരീരത്തിൽ തന്നെ വന്ന് സാത്താനെ തോൽപ്പിച്ച് പാപത്തിൻ്റെ അധികാരത്തിൽ നിന്ന്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നമ്മളെ വിടുവിച്ച് ദൈവത്തിലേക്ക് നമ്മളെ ജീവിപ്പിച്ച് വിശുദ്ധീകരണ പ്രക്രിയയിൽ നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതം. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4-ാം അധ്യായത്തിൻ്റെ 6 വരെ സമയം കിട്ടുമ്പോൾ വായിച്ച് നോക്കുക. ഇപ്പോൾ പാപത്തോടുള്ള ബന്ധത്തിൽ മരിക്കുക എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രതലത്തിലാണ്. വിശ്വാസത്തിൽ ഒരു സംഭവമാണത്. മാനസാന്തരത്തോടുകൂടി കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ സ്നാനത്തിലൂടെ സംഭവിക്കുന്ന ഒന്നാണ്. അതാണ് റോമലേഖനം 6:17 പൗലോസ് അവതരിപ്പിച്ചത്. റോമർ 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം പറയുകയുണ്ടായി: എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വതന്ത്രം പ്രാപിച്ചു എന്നിട്ട് നീതിക്ക് ദാസന്മാരായി. അപ്പോൾ പാപത്തോടുള്ള ബന്ധത്തിൽ മരിച്ചാൽ മാത്രമേ നീതിക്ക് ദാസന്മാരായി നീതിയിൽ സേവനം ചെയ്യാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ, പ്രയോജനമുള്ള ജീവിതം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പൗലോസ് റോമിലേക്ക് പോകുമ്പോൾ പറഞ്ഞു: എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. അത് വിശ്വസിക്കുന്ന ഏവതും ആദ്യം യഹൂദനും പിന്നെ യവനനും രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. സുവിശേഷത്തിലാണ് ദൈവശക്തി, ദൈവനീതി വെളിപ്പെടുന്നത്. റോമലേഖനം 2:4 1 Corinthians 15:1 മുതൽ 4 വരെ സുവിശേഷം എന്താണ്? ക്രിസ്തുവിൻ്റെ മരണമടക്കം ഉയർപ്പ്.
ഇപ്പം വെള്ളത്തിൽ നിമഞ്ജനം ചെയ്യുമ്പോൾ അതിനകത്തൊരു മന്ത്രമൊന്നുമില്ല, മാജിക്കൊന്നുമില്ല, അത്ഭുതമൊന്നുമില്ല. ശക്തി വെള്ളത്തിലല്ല, ശക്തി ക്രിസ്തുവിൻ്റെ രക്തത്തിലാണ്. കുഞ്ഞാടിൻ്റെ രക്തത്തിലാണ് ശക്തി. റോമലേഖനം 5-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ, അവൻ്റെ രക്തത്താൽ. റോമർ 3:25 നമ്മൾ പഠിച്ചതാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാക്കും. യേശുവിൻ്റെ രക്തമാണ് നമ്മളെ വിടുവിച്ചത്. പത്രോസ് വളരെ വ്യക്തമായിട്ട് തൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 21 വരെ പത്രോസും പറയും. എന്താ പത്രോസ് പറഞ്ഞത്? വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തി അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ച് കൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതോടെയാണ് ശക്തി, ക്രിസ്തുവിൻ്റെ രക്തം. പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെയും പത്രോസ് അത് തന്നെയാണ് അവതരിപ്പിച്ചത്. 1 പത്രോസ് 3:18 മുതൽ 22 വരെ. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ച് ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവ ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. നോഹയിലൂടെ ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്ര യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെ രക്ഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. അപ്പം വെള്ളത്തിനകത്ത് മാജിക്കൊന്നുമില്ല, ക്രിസ്തുവിൻ്റെ രക്തം. അതുമായി ബന്ധപ്പെടുന്ന എപ്പോഴാണ്? ക്രിസ്തുവിൻ്റെ മരണത്തോട് ബന്ധപ്പെടുമ്പോൾ. അതെങ്ങനെയാണ്? സ്നാനത്തിലൂടെ. അല്ലാതെ വേറെ മാർഗമില്ല. രക്തം ചൊരിയാതെ വിമോചനമില്ല. ആ രക്തത്തോടുള്ള സമ്പർക്കം അനുഭവിക്കാതെ ഒരു മനുഷ്യനും പാപമോചനം പ്രാപിക്കില്ല. ഇപ്പോൾ സ്നാനം എന്ന് പറയുന്നത് മരണത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൽ ഏറ്റവും ഉദാത്തമായിട്ടുള്ള സാദൃശ്യമാണ്. വെള്ളം തളിച്ചാലേ, വെള്ളം കോരി ഒഴിച്ചാൽ ഇത് സത്യമാകില്ല. ക്രിസ്തീയ നിമഞ്ജന സ്നാനം, ക്രിസ്തീയമായി കൽപ്പനയായിരിക്കുന്ന സ്നാനം സ്വീകരിക്കുന്ന വ്യക്തിയാണ് ക്രിസ്തുവിൻ്റെ മരണം ഉയർപ്പിനോട് ബന്ധപ്പെടുന്നത്. അതാണ് പൗലോസ് റോമലേഖനം 6 ഓർമ്മിപ്പിക്കുന്നത്. 6:5 പറയുന്ന പോലെ ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. 3:25 വിശ്വസിക്കുന്നതിൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുന്നതിനെക്കുറിച്ച് പറഞ്ഞു. റോമർ 5:6-11 കണ്ടു. അപ്പോൾ സ്നാനം അതൊരു പ്രതീകാത്മകമായിട്ട് മാത്രമല്ല, വാസ്തവമായിട്ട് ഒരു മനുഷ്യൻ ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പിനോട് അനുരൂപപ്പെടുന്നത്, ചേരുന്നത് സ്നാനത്തിലൂടെയാണ്. അതൊരു പ്രതീകാത്മകമായ സത്യമാണെങ്കിൽ കൂടി അതിനകത്തൊരു വാസ്തവമുണ്ട്. ഇതല്ലാതെ വേറെ മാർഗ്ഗം ദൈവം തന്നിട്ടില്ല, മനുഷ്യന് കണ്ടുപിടിക്കാൻ അവകാശവുമില്ല. ദൈവം തന്നിരിക്കുന്ന മാർഗ്ഗം ഇതാണ്, ഒരു പുനരംഗീകരണം. ആ രംഗം ഒന്നുകൂടെ പുനരാവിഷ്കരിക്കപ്പെടുകയാണ്. ഇതാണ് സുവിശേഷം, ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പ്. സ്നാനത്തിലൂടെ ക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും ഉയർപ്പിനോടും നാം ഐക്യപ്പെടുകയാണ്, അനുരൂപപ്പെടുകയാണ്, ചേരുകയാണ്. കൊരിന്ത്യർ ലേഖനം 1-ാം ലേഖനം 15-ാം അധ്യായം 1 മുതൽ 4 വരെ. എന്താണ് സുവിശേഷം? പൗലോസ് വ്യക്തമായി പറയും, ക്രിസ്തുവിൻ്റെ തിരുവെഴുത്തുകളും പ്രകാരം നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 4-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 24 വരെയും പൗലോസിൻ്റെ അനുഭവത്തിൽ നിന്ന് പൗലോസ് ഇത് മനോഹരമായി അവതരിപ്പിക്കും. എഫേസ്യ ലേഖനം 4:20 മുതൽ, നിങ്ങളോ ക്രിസ്തുവിൽ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളായി വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. 1 കൊരിന്ത്യർ 6:17 പൗലോസ് പറഞ്ഞതാണ്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. അവിടെ പൗലോസിലൂടെ ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, കർത്താവിനോട് പറ്റിച്ചേരുന്നവനും അവനുമായി ഏകാത്മാവിലാണ്. യേശുവിനോട് നമ്മൾ പറ്റിച്ചേരുകയാണ്. ഇതാണ് എഫേസ്യ ലേഖനം 5:23-30 ഭാര്യ-ഭർത്തൃ ബന്ധത്തെ നിഴലായി കാണിച്ചുകൊണ്ട് ക്രിസ്തുവും സഭയുമുള്ള ബന്ധത്തെ കാണിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അവതരണം അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ പൗലോസ് ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചത് സ്നാനത്തിൻ്റെ ആവശ്യകതയെ പഠിപ്പിക്കാനല്ല. അതിൽ അന്തർലീനമായി അതിനകത്തതുണ്ട് എങ്കിൽ പോലും സ്നാനത്തിൻ്റെ ആവശ്യകതയെ പഠിപ്പിക്കാനല്ല ഈ വേദഭാഗം പറഞ്ഞത്. പിന്നെ എന്താണ് സ്നാനം എന്നാൽ? എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? അതാണ് ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ
ക്രിസ്തുവിൻ്റെ അടക്കം, ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അത് വാസ്തവമാണ്, ചരിത്ര സംഭവമാണ്. പാപം മോചിക്കുവാൻ, പാപത്തെ തകർക്കാൻ, സാത്താൻ്റെ തലയെ തകർക്കാൻ ദൈവ നിശ്ചയമാണ്, ദൈവ പദ്ധതിയാണ്. ഇതിനോട് നാം അനുരൂപപ്പെടുമ്പോൾ നമ്മുടെ പാപത്തോട് നാം മരിക്കും, പാപസംബന്ധമായി മരിക്കും. അങ്ങനെ നാം സ്വതന്ത്രരാകും. ഇത് സംഭവിക്കുന്ന സ്നാനത്തിലാണ്. നമ്മുടെ സ്നാനത്തെ നിഷേധിക്കുന്ന, തള്ളിക്കളയുന്ന, അപമാനിക്കുന്ന, പുച്ഛിക്കുന്ന ഏത് മനുഷ്യനും ദൈവം അവന് ഒരുക്കിയിരിക്കുന്ന ശിക്ഷാവിധിയെക്കുറിച്ച് അറിവില്ല. ദൈവ കൽപ്പനയാണ് സ്നാനം. കർത്താവ് പോലും പാപമോചനത്തിന് വേണ്ടി അല്ലെങ്കിൽ പോലും സകല തിരുവെഴുത്ത് നിവൃത്തിയാകാൻ സ്നാപയോഹൻ്റെ കൈകളിൽ സ്നാനം സ്വീകരിച്ചു നമുക്കൊരു മാതൃക കാണിച്ചു തന്നു. അപ്പോസ്തലന്മാരെല്ലാം ഈ മാതൃക പിൻപറ്റിയവരാണ്. അവർ സുവിശേഷം അറിയിച്ചപ്പോൾ സുവിശേഷം കേട്ടവരെല്ലാം ഈ മാതൃക പിൻപറ്റിയവരാണ്. പുതിയ നിയമത്തിലെ എല്ലാ പരിവർത്തന സംഭവങ്ങളിലും സ്നാനം ആണ് അവരെ ക്രിസ്തുവിലേക്ക് ചേർത്തത്. അത് പെന്തക്കോസ്ത് നാളിലാകട്ടെ, സമരിയക്കരാകട്ടെ, കൊരിന്ത്യരാകട്ടെ, ഷണ്ണനാകട്ടെ, എല്ലാവരും സ്നാനമെന്ന മാർഗം സുവിശേഷം കേട്ടു, സുവിശേഷത്തിൽ വിശ്വസിതമായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു, പാപങ്ങളെക്കുറിച്ച് മാനസാന്തരപ്പെട്ടു, ക്രിസ്തുവിലുള്ള വിശ്വാസം ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞു, പിന്നീട് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം സ്വീകരിച്ചു. ഇത് മാത്രമാണ് ഏകമാർഗം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സത്യമനുസരിച്ചാൽ നിങ്ങൾ സ്വതന്ത്രരാകും. ദൈവനം പഠിക്കാനുള്ള അവസരം കിട്ടും. ദൈവമക്കളാകും. ദൈവമക്കൾക്കാണ് ദൈവത്തെ സേവിക്കാനുള്ള യോഗ്യത, വചനം പഠിക്കാനുള്ള അവകാശം. പണം പരിശുദ്ധാത്മാവർക്ക് ദാനമായി നൽകപ്പെടും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ.